വൃക്ക രോഗികളുടെ എണ്ണം, ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണമെല്ലാം ദിവസം പ്രതി കൂടി വരികയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വൃക്കരോഗം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് വൃക്കരോഗം ഉണ്ടാകുന്നതിന് മുൻപായിട്ട് ശരീരത്തിൽ വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് വൃക്കരോഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രതിവിധികളാണ് നമ്മളുടെ വൃക്കയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വൃക്കരോഗം ഉണ്ടാകാം. അപ്പം വൃക്കരോഗം പെട്ടെന്ന് ഒരു ദിവസം വൃക്കയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമല്ല വൃക്കരോഗം. വളരെ നാളുകൾ കൊണ്ട് വൃക്കയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വൃക്കയെ അത് തകരാറിലാക്കി ഏകദേശം പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുന്നതിനെയാണ് വൃക്കരോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതശൈലി തന്നെയാണ്. അപ്പം ഒന്നാമത്തെ കാരണം പ്രമേഹ രോഗം തന്നെയാണ്. പ്രമേഹ രോഗം കൂടുമ്പോൾ കറക്റ്റായിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കിഡ്നിയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. രണ്ടാമത്തെ കാരണം രക്തസമ്മർദ്ദമാണ്. പ്രോപ്പറായിട്ട് നമ്മൾ രക്തസമ്മർദ്ദം ചികിത്സിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബ്ലഡ് പ്രഷർ മരുന്നിലൂടെയും ഡയറ്റിലൂടെയും ഒക്കെ പ്രോപ്പറായിട്ട് നിലനിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്രമേണ നമ്മളുടെ വൃക്കയിലേക്കുള്ള രക്തക്കുഴലുകളെ ബ്ലോക്ക് ഉണ്ടാക്കാനും ശരിയായിട്ടുള്ള രക്തചംക്രമണം വൃക്കയിലേക്ക് നടക്കാതെ വരാനും പിന്നീട് കിഡ്നി ഫെയിലിയറിനുള്ള സാധ്യത വളരെയേറെയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ ഓടിപ്പോയി മെഡിസിൻ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു പ്രവണതയുള്ളവരാണ് അല്ലെ. അതും കാലക്രമേണ വൃക്കരോഗത്തിനൊരു കാരണമാകാറുണ്ട്. പിന്നെ നമ്മളുടെ പാരമ്പര്യം, നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനൊക്കെ വൃക്കരോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അത്തരത്തിലൊരു രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അതായത് നമ്മളുടെ ശരീരത്തില് ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ വ്യവസ്ഥ നമ്മളുടെ കിഡ്നികൾക്ക് എതിരെ ആന്റിബോഡീസ് ഫോം ചെയ്യുന്നു. ഇത് ശരീരത്തിൽ അല്ലെങ്കിൽ വൃക്കകളെ ദോഷമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നു, അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നില്ല. പിന്നെ മൂത്രത്തിൽ കല്ലുണ്ട് അല്ലെങ്കിൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, അത് വേണ്ട വിധത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല. ഇതെല്ലാം പിന്നീട് വൃക്കകൾക്ക് തകരാറുണ്ടാക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ SLE പോലെയുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും കിഡ്നി ഫെയിലിയറിലേക്ക് എത്തിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു വൃക്ക രോഗിയിൽ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ വൃക്ക പണി മുടക്കി തുടങ്ങി എന്നുള്ളതിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, തുടക്കത്തില് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടുവരാറില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാരണം. പിന്നെ ഏകദേശം ഒരു 50% കിഡ്നി ഫെയിലിയർ ആയി കഴിയുമ്പോൾ ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ കണ്ടുവരും. അതിൽ ഏറ്റവും മെയിൻ സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ കാലുകളിൽ, ഇരുപാദങ്ങളിൽ ഒരേപോലെ നീർക്കെട്ട് വരുന്നു എന്നുള്ളതാണ്. കണങ്കാലിന് ചുറ്റിനും അതുപോലെ തന്നെ പാദത്തില് ഒക്കെ നീർക്കെട്ട് വരുന്നു. നമ്മൾ റെസ്റ്റ് എടുത്താൽ അത് മാറുന്നില്ല. പുലർച്ചെയൊക്കെ ഈ ഒരു നീർക്കെട്ട് അതേപോലെ നിൽക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ മുഖത്ത് നീർക്കെട്ട് വരുന്നു, കണ്ണിന് ചുറ്റിനും എഡിമ, ഒരു നീർക്കെട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഇടുമൽ തോന്നുന്നു. ഇതെല്ലാം വൃക്കരോഗികളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങളാണ്. മറ്റു പല രോഗങ്ങളോടൊപ്പം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം, പിന്നെ ഭക്ഷണത്തിനോട് തീരെ താല്പര്യം ഇല്ലായ്ക, ഭക്ഷണം കാണുമ്പോൾ ഓക്കാനം വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓക്കാനം വരുന്നു. ചില ആളുകളിൽ നടുവേദന വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂത്രത്തിനകത്ത് വ്യതിയാനങ്ങൾ വരുന്നു, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ച് മൂത്രം പോകുന്നില്ല, അല്ലെങ്കിൽ മൂത്രം തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരുന്നു. പോയിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് അളവിൽ മാത്രമേ മൂത്രം പോകുന്നുള്ളൂ. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും നമ്മളെ മൂത്രസഞ്ചി പൂർണ്ണമായിട്ടും ശൂന്യമായിട്ടില്ല എന്നുള്ളൊരു തോന്നല്. മൂത്രം ഒഴിക്കുമ്പോൾ ചില ആളുകൾക്ക് വേദന വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂത്രത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു, അതായത് മൂത്രത്തിനകത്തൊരു ക്ലൗഡിനെസ്, ആ ഒരു ശരിക്കും നോർമലി ഒരാളുടെ മൂത്രത്തിന്റെ നിറം ഒരു സ്ട്രോ കളർ, കച്ചിയുടെ നിറമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി എന്തെങ്കിലും ഒരു പതഞ്ഞതുപോലത്തെ അല്ലെങ്കിൽ ഒരു കട്ടി പിടിച്ച പോലത്തെ ഒരു കളർ വരുന്നു, അല്ലെങ്കിൽ ഇഷ്ടികയുടെ പോലത്തെ ഒരു ചെമപ്പ് കളർ വരുന്നു. കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂത്രത്തിന് ഈ ഒരു റെഡ് കളർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്ലഡ് മിക്സ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ മൂത്രത്തില് പത അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ മൂത്രം ഒഴിച്ചാലും അത് പതഞ്ഞു പോകുന്നു.
ഇതെല്ലാം ദിവസങ്ങളോളം നമ്മൾ എത്ര വെള്ളം കുടിച്ചിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളുടെ കിഡ്നിയുടെ ഫങ്ഷനിങ് പ്രോപ്പർ അല്ലാതെ വരുന്ന കാരണം കൊണ്ടാകാം. പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, നമ്മൾ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നിട്ടും ബ്ലഡ് പ്രഷർ, നമ്മളുടെ രക്തസമ്മർദ്ദം ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരവസ്ഥ. നമ്മളുടെ കിഡ്നിയുടെ ഒരു പ്രധാന ഫംഗ്ഷൻ ആണ് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള എൻസൈം, ഹോർമോണുകളൊക്കെ, കെമിക്കലുകളൊക്കെ പുറപ്പെടുവിക്കുക എന്നുള്ളത്. അപ്പം കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടാകാതിരിക്കുകയും അത് എപ്പോഴും നമ്മളുടെ രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കാനുള്ള ഒരു കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് കിഡ്നി രോഗമുള്ളവർക്ക് രക്തസമ്മർദ്ദം പ്രോപ്പർ ആക്കാൻ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗവും ഇല്ലാതെ വരുന്നത്. പിന്നെ അനീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മളുടെ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ നമ്മുടെ ചുവന്ന രക്താണുക്കളുടെയൊക്കെ ശരിയായുള്ള ഉൽപാദനത്തിനും പ്രവർത്തനത്തിനും ഒക്കെ സഹായിക്കുന്ന രാസവസ്തുക്കളും കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു പോകാനും വിളർച്ച വരാനുമുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ വായിൽ എപ്പോഴും ഒരു യൂറിയയുടെ സ്മെല്ല് വരുന്നു, പിന്നെ വായിക്കകത്ത് എപ്പോഴും ഒരു കയ്പ് അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ പോലത്തെ ഒരു ടേസ്റ്റ് അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വൃക്കരോഗികളിൽ ലക്ഷണങ്ങൾ വരാം. അപ്പം ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തേണ്ടതാണ്. അപ്പോൾ ഇനി എന്തൊക്കെ ചെക്കപ്പുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഒരു വൃക്കരോഗി, വൃക്ക ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, യൂറിൻ ടെസ്റ്റ് ചെയ്യാം, ഇമേജിംഗ് ടെസ്റ്റുകൾ ചെയ്യാം, ബയോപ്സി ചെയ്യാം. അപ്പം ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും തന്നെയാണ് ചെയ്യുന്നത്. ബ്ലഡ് ടെസ്റ്റുകളിൽ തന്നെ ഏറ്റവും ഒന്നാമതായിട്ട് ചെയ്യുന്നത് EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അതായത് എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ്. അതായത് നമ്മളുടെ കിഡ്നി, നമ്മളുടെ വൃക്ക ഒരു നിമിഷം, ഒരു മിനിറ്റിൽ എത്രമാത്രം ബ്ലഡിനെ അരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാല്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നോർമലി ഒരാൾക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 90നും അതിലപ്പുറവുമാണ്, അതിൽ കൂടുതലുമാണ്. ഇത് ഏകദേശം ഒരു 60ൽ താഴെ പോകുമ്പോഴാണ് കിഡ്നിയുടെ ഫങ്ഷനിങ് ശരിയല്ല എന്നുള്ളത് സൂചന നമുക്ക് കിട്ടുന്നത്. അടുത്തത് ബൺ, ബ്ലഡ് യൂറിയ നൈട്രജൻ എന്ന് പറയുന്ന ടെസ്റ്റ്. ഇത് ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. എത്രമാത്രം യൂറിയ നൈട്രജൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്, ബ്ലഡിലുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഇതിന്റെ ഒരു നോർമൽ വാല്യൂ പ്രായപൂർത്തി ആയവരിൽ ഏകദേശം 7നും 20നും ഇടയ്ക്കാണ്. 7 മില്ലിഗ്രാം തൊട്ട് 20 മില്ലിഗ്രാം വരെയാണ് ഇതിന്റെ ഒരു നോർമൽ വാല്യൂ വരുന്നത്. കുഞ്ഞുങ്ങളിൽ 5നും 18നും ഇടയ്ക്ക് 5 മില്ലിഗ്രാം തൊട്ട് 18 മില്ലിഗ്രാം, അതാണ് നോർമൽ വാല്യൂ. ഇതിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ടെസ്റ്റ് ചെയ്യുന്നത് സെറം ക്രിയാറ്റിൻ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസിൽ, പുരുഷന്മാരിൽ ഏകദേശം 1.3 മില്ലിഗ്രാം ആണ്. സ്ത്രീകളിൽ ഏകദേശം 1.1 മില്ലിഗ്രാം ആണ് വരുന്നത്. അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മില്ലിഗ്രാമും വരും. അപ്പൊ അതിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷനിങ് ശരിയായ രീതിയിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചെയ്യേണ്ടത് യൂറിൻ ടെസ്റ്റുകളാണ്. നോർമൽ റുട്ടീൻ യൂറിൻ ടെസ്റ്റ് അത് നമുക്ക് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് കിഡ്നിയുടെ ഫങ്ഷനിങ് പ്രോപ്പർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ യൂറിനിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ നോർമൽ വാല്യൂ എപ്പോഴും വരുന്നത് ഒരു 30 മില്ലിഗ്രാമിലും താഴെയായിരിക്കും. അതിന്റെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കിഡ്നിയുടെ അല്ലെങ്കിൽ പ്രോപ്പർ ഫങ്ഷനിങ് ആണോ, അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് എത്രമാത്രം പ്രോട്ടീൻ പുറത്തു പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം സിവിയർ ആണ് കണ്ടീഷൻ എന്നുള്ളത് ഈ ഒരു വാല്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത്തരം ടെസ്റ്റുകൾ. പിന്നെ ഇമേജിംഗ് ടെസ്റ്റുകളാണ്. ഇമേജിംഗ് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് അബ്ഡമൻ സ്കാനിങ്, കിഡ്നിയുടെ USG ചെയ്ത് നോക്കാം, പിന്നെ CT സ്കാൻ ചെയ്യാം, MRI സ്കാൻ ചെയ്യാം. ഇതൊക്കെ ചെയ്ത് നോക്കുക വഴി കിഡ്നിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് എത്രയാണ്, അല്ലെങ്കിൽ കിഡ്നിയുടെ ആ ഒരു സ്ട്രക്ചർ ഏതാണ്, കിഡ്നിക്ക് എന്തെങ്കിലും ചുരുക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കിഡ്നിയുടെ സെൽസ് ഒക്കെ കുത്തിയിട്ട് ബയോപ്സി വഴി ചെയ്തു നോക്കാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും യൂറിൻ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റുമാണ് നമുക്ക് നമ്മുടെ ഫങ്ഷൻ, കിഡ്നിയുടെ പ്രവർത്തനം ശരിയാണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ കിഡ്നി ശരിയായ രീതിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള
കാരണങ്ങൾ, പ്രമേഹ രോഗം അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മേൽ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നമുക്ക് ചെയ്തു നോക്കാം. വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലോ ഒക്കെ ഇത്തരം ടെസ്റ്റുകൾ, മെയിനായിട്ട് ബ്ലഡ് ടെസ്റ്റോ യൂറിൻ ടെസ്റ്റോ ചെയ്താൽ മതിയാവും. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. നമ്മളുടെ കിഡ്നിയുടെ ഫംഗ്ഷനിങ് പ്രോപ്പർ ആണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. പിന്നെ നമുക്ക് നമ്മളുടെ ഡയറ്റിൽ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പം പൂർണ്ണമായിട്ടും ഷുഗർ കൺസംഷൻ ഒഴിവാക്കുക. അപ്പം ചായയിലോ അല്ലെങ്കിൽ കാപ്പിയിലോ ഒക്കെ പഞ്ചസാര ചേർത്ത് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കാം. പിന്നെ ബേക്കറിയിൽ നിന്ന് പലഹാരങ്ങൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തിവെക്കുക. പിന്നെ പുറത്ത് നിന്ന് എപ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മദ്യത്തിന്റെ അമിത ഉപയോഗം അത് കിഡ്നിയെ പെട്ടെന്ന് തന്നെ താറുമാറാക്കും. അതുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഡോക്ടറിന്റെ നിബന്ധന ഇല്ലാതെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഓടിപ്പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമ്മൾ മരുന്ന് മേടിച്ച് കഴിക്കുന്നവരാണ്. ഒരു പനിക്ക് അല്ലെങ്കിൽ ഒരു ജലദോഷത്തിന് ഓടിപ്പോയി മരുന്ന് മേടിച്ച് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചിലപ്പോൾ കിഡ്നിക്ക് പണി കിട്ടിയേക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നമ്മളുടെ കിഡ്നിയെ സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡയബറ്റിസ് പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കിഡ്നിയുടെ മറ്റുള്ള കംപ്ലൈൻസിന്, കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ യുറേനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള രോഗങ്ങൾക്കുമെല്ലാം സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെയുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനുകൾ നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്.